ഓഗസ്റ്റ് 5 വിശുദ്ധ ഓസ്വാൾഡ് 604 മുതൽ 642 വരെ കാലഘട്ടം. നോർത്തംബ്രിയയിലെ ഏദൽഫ്രഡ് രാജാവിൻ്റെ രണ്ടാമത്തെ മകനാണ് ഓസ്വാൾഡ്. 617 പിതാവ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മക്കൾ സ്കോട്ട്ലൻഡിൽ അഭയം തേടി. അവിടെ വച്ച് അവർ ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി. 633 ഏദൽഫ്രഡിൻ്റെ മക്കൾ നോർത്തംബ്രിയയിലേക്ക് മടങ്ങി. അവസാനം കിരീടം ഓസ്വാൾഡിൻ്റെ ശിരസിലായി. അക്കാലത്ത് ബ്രിട്ടനിലെ രാജാവായ കാഡ്വാല നോർത്തംബ്രിയയെ സർവശക്തികളോടും കൂടെ ആക്രമിച്ചു. യുദ്ധത്തിൻ്റെ തലേ ദിവസം സൈന്യത്തിന് മുമ്പാകെ ഒരു മരക്കുരിശ് നാട്ടിക്കൊണ്ട് ഓസ്വാൾഡ് രാജാവ് വിളിച്ചു പറഞ്ഞു: സർവശക്തനായ ഏകദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അഹങ്കാരിയായ നമ്മുടെ ശത്രുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജീവനും വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് അവിടത്തേക്കറിയാം. കുരിശ് നാട്ടിയ സ്ഥലത്തിൻ്റെ പേര് ഹെവൻഫെത്ത്, അതായത് സ്വർഗവയൽ എന്നായിരുന്നു. യുദ്ധത്തിൽ കാഡ്വാല വധിക്കപ്പെടുകയും ഓസ്വാൾഡ് പൂർണ്ണ വിജയം നേടുകയും ചെയ്തു. അനന്തരം സ്കോട്ട്ലൻഡിൽ നിന്ന് ഏതാനും സന്യാസികളെ സുവിശേഷം പ്രസംഗിക്കുവാൻ വരുത്തുകയും രാജ്യമാസകലം ക്രിസ്തീയ ചൈതന്യം സംജാതമാക്കുകയും ചെയ്തു. അവരുടെ തലവനാണ് പിന്നീട് മെത്രാനായി അഭിഷിക്തനായ വിശുദ്ധ ഐഡാൻ. അദ്ദേഹം നിരവധി പള്ളികളും ആശ്രമങ്ങളും പണിതു. ഓസ്വാൾഡ് രാജാവിൻ്റെ എളിമയും പരസ്നേഹവും സർവത്ര പ്രകീർത്തിതമാണ്. ഒരു ഉയിർപ്പ് തിരുനാൾ ദിവസം ദരിദ്രർക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയുന്നില്ലെന്ന് കേട്ടപ്പോൾ സ്വന്തം മേശയിലിരുന്ന മാംസം കഷണം കഷണമായി മുറിച്ച് അവർക്ക് കൊടുത്തയച്ചു. രാജാവിൻ്റെ കൂടെ വിരുന്നിനുണ്ടായിരുന്ന വിശുദ്ധ ഐഡാൻ ഇത് കണ്ടു പറഞ്ഞു: ഈ കരം ഒരിക്കലും അഴിയാതിരിക്കട്ടെ. തൻ്റെ കാലം വരെ ഈ കരം അഴിഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് വിശുദ്ധ ബീഡ് പ്രസ്താവിച്ച് കാണുന്നുണ്ട്. വിശുദ്ധ ഓസ്വാൾഡ് 8 വർഷം ഐശ്വര്യപൂർവ്വം രാജ്യം ഭരിച്ചു. അങ്ങനെയിരിക്കെ മേഴ്സിയയിലെ പെൻഡ എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ആക്രമിക്കുകയും 642 ഓഗസ്റ്റ് 5 മേസർഫീൽഡ് എന്ന സ്ഥലത്ത് യുദ്ധത്തിനിടയ്ക്ക് മരിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ഛേദിച്ച് തൂണുകളിൽ മേൽ നാട്ടുകയുണ്ടായി. ഓസ്വാൾഡിൻ്റെ സഹോദരൻ പിറ്റേ വർഷം ഈ പൂജ്യ അവശിഷ്ടങ്ങളെടുത്ത് യഥാവിധം സംസ്കരിച്ചു. വചനം ഗലാത്യ 6:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വിചിന്തനം: വിശുദ്ധി വിരളമായിരുന്ന കാലത്ത് ഓസ്വാൾഡ് ധീരമായ വിശുദ്ധിയിൽ ജീവിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ബലമായി തീരട്ടെ. ഓസ്വാൾഡ് രാജാവ് പ്രതിസന്ധികളുടെ മധ്യേ കുരിശ് നാട്ടിക്കൊണ്ട് തൻ്റെ സൈന്യത്തോട് അരുളി ചെയ്തു. അവർ അത് അനുസരിക്കുകയും ചെയ്തു. എവിടെ നിന്നാണ് അവർക്ക് ആ വിശ്വാസം ലഭിച്ചത്? ഓസ്വാൾഡിൻ്റെയും സഹോദരൻ്റെയും പിതാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി സ്കോട്ട്ലൻഡിൽ അഭയം തേടിയപ്പോൾ അവിടെ വെച്ചാണ് അവർ ക്രിസ്തുവിനെ തങ്ങളുടെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചത്. ആ വിശ്വാസമാണ് അവർ തങ്ങളുടെ സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത്. ആ ഒരു രാജാവിലൂടെ ഒരു രാജ്യം മുഴുവനും ക്രിസ്തുമതത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ നാം ഒരുവനിലൂടെ എത്ര പേരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ട സവിശേഷമായ വിളിയാണ് നമ്മുടേതും.